ശുചീകരണത്തിനെ പറ്റിയുള്ളൊരു പ്രതിജ്ഞയാണ് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകനായ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ സന്ദേശമാണിത്, ശുചിത്വം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ദിവസം നമ്മൾ ഈ കാര്യത്തിന് തിരഞ്ഞെടുത്തത്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നെ സംരക്ഷിക്കുന്ന ഭൂമിയെ മാലിന്യമുക്തമായി സംരക്ഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. പരിസര ശുചീകരണം എന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിന് അത്യന്താപേക്ഷിതമാണ്. മാലിന്യം പരമാവധി കുറച്ചും പുനരുപയോഗിച്ചും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കും. 79 സ്വാതന്ത്ര്യദിന ആഘോഷിക്കുന്ന ഈ വേളയിൽ PSSK പൂർവ്വ സൈനിക സംഘർഷ സമിതി എന്ന ഈ സംഘടന ഇത്രയും മാതൃകാപരമായ ഒരു കാര്യത്തിന് മുതിർന്നതിന് തന്നെ ആദ്യം വളരെ ഒരു അപ്രിസിയേഷൻ അർഹിക്കുന്നതാണ്. അത് 7:45 ഇന്ന് എല്ലാവരും വർക്കല ആറാട്ടുകടവ് ബീച്ചിലെത്തുകയും നമ്മുടെ ബഹുമാന്യനായ ചെയർപേഴ്സൺ ഇവിടെ വന്ന് നമ്മളെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുകയും ചെയ്തു. മാത്രവുമല്ല, ഇതുപോലുള്ള സംഘടനകൾ മാതൃകാപരമായി ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റ് ഉള്ള സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും എപ്പോഴും ഒരു മാതൃകാപരമാണ് എന്ന് തന്നെ പറയാം. ഇന്ന് എല്ലാ കവലകളിൽ പോലും ചെറിയ ചെറിയ സംഘടനകളുണ്ട്. അവർക്കെല്ലാം ഇത്തരം പൊതുബോധമുള്ള പ്രവൃത്തികൾ അവർക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. ഇന്ന് ഈ ആറാട്ടുകടവ് ബീച്ചിൽ ഞങ്ങൾ വരുമ്പോൾ ബീച്ച് പരിസരം നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടും മറ്റ് മാലിന്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും കൂടി ഇന്ന് 50-ൽ പരം ആൾക്കാർ ഫാമിലിയോടൊപ്പം ഇവിടെ പങ്കെടുത്തു. ഈ ആൾക്കാരെല്ലാവരും കൂടെ പങ്കെടുത്തു. മാലിന്യ കൂമ്പാരം നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ നമുക്ക് കഴിയും. ഇത്തരം പ്രവണതകളാണ് ഇന്നത്തെ പുതിയ തലമുറയ്ക്കും ഇതെല്ലാം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ തലമുറയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് മുന്നിട്ട് വരേണ്ടത്. ഇന്ന് പൂർവ്വ സൈനിക സംഘർഷ സമിതി എന്ന ഈ സംഘടന പൂർവ്വ സൈനികരുടെ കൂട്ടായ്മ ഇത്രയും മാതൃകാപരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ മുന്നോട്ട് വന്നതിൽ അങ്ങേയറ്റം അതിയായ സന്തോഷമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വളരെ ദൂരെ നിന്ന് പോലും ഈ ഒരു സൽപ്രവൃത്തിക്ക് ഭാഗമാക്കാൻ ഇവിടെ എത്തിയ നിങ്ങളെ ഓരോരുത്തരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. താങ്ക് യു. ഓരോ വേസ്റ്റുകൾ നമ്മൾ ഇടുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ഭാവിയിൽ ഈ മാലിന്യം ക്ലിയറായി ഉന്മാർജനം ചെയ്തെങ്കിൽ മാത്രമേ നമ്പർ 1 കേരളം ക്ലീൻ സിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് തീരദേശങ്ങളിൽ സമയം കിട്ടുമ്പോഴെല്ലാം ആൾക്കാർ ഉന്മാദം കണ്ടെത്താനായി ഇവിടെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ആൾക്കാരും അവരുടെ മനസ്സിൽ ഓരോരുത്തരും വേറൊരാൾ അവരുടെ പറയാതെ തന്നെ അവർക്ക് തോന്നണം, ഇത് നമ്മുടെ ഏരിയ ക്ലീനായിട്ട് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ പരിശ്രമിക്കുക. ഇതുപോലെ ക്ലീനാക്കി നമ്മുടെ തീരങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും പെർമിസസുകളും വീട് ആയാലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഏറ്റവും വേസ്റ്റ് കൂമ്പാരങ്ങൾക്ക് നടുവിൽ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അസ്വസ്ഥത, ആ മൂക്കിനെ പൊത്തേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒഴിവാക്കി മാതൃകയാക്കണം എന്നാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആഗസ്റ്റ് 15 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പൂർവ്വ സൈനികർക്കും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ എല്ലാ നാട്ടുകാരും എല്ലാ ജനങ്ങളും ഇതിനോട് സപ്പോർട്ട് ചെയ്യുമെന്നും ഭാവിയിൽ ഇതുപോലുള്ള ഏരിയകൾ വളരെ ക്ലീൻ ആയിരിക്കും എന്നും ഉറച്ച മനസ്സോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി. 79ാം ഇൻഡിപെൻഡൻസ് ഡേ. നന്ദി, നമസ്കാരം.